കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് മുള്ളമടയ്ക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി. പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജോയി ജോസഫ് അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജർ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നിഗൂഢത കാണുന്നതായി കേരള കോൺഗ്രസ് കാണുകയാണ്. വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഭൂമിയുടെ വിലയുടെ 4 ഇരട്ടിയാണ് ഫെയർ വാല്യൂ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് കർഷകരെ സംബന്ധിച്ച് ഒരു കാരണവശാലും ആ സ്ഥലം വിൽക്കാൻ വേണ്ടി കഴിയില്ല. നേരത്തെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു, വനഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ 1 ഏക്കർ ആയിക്കോട്ടെ, 10 സെന്റ് ആയിക്കോട്ടെ, 15 സെന്റ് ആയിക്കോട്ടെ, ആ സ്ഥലങ്ങളെല്ലാം വിൽക്കുകയാണ് എങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. ഇപ്പം ആ സ്കീം നിർത്തലാക്കിയത് മാത്രമല്ല, അത്തരം ഭൂമികൾ ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന ഭൂമികളുടെ ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ കർഷകർക്ക് ഒരു തരത്തിലും വിൽക്കാനും പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് അത് വനഭൂമിയായി മാറുകയും ചെയ്യും. അങ്ങനെ ഇതിനകത്തൊരു നിഗൂഢത കേരള കോൺഗ്രസ് കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി ഗവൺമെന്റ് തിരുത്തേണ്ടതായിട്ടുണ്ട്. ഭൂമിയുടെ രജിസ്ട്രേഷൻ പൈസ കണ്ടമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ നികുതി പൈസ കണ്ടമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവ എല്ലാ നിലയിലും കർഷകരെ ഉപദ്രവിക്കുന്ന നിലയാണ് സർക്കാരിൻ്റെത്. ഈ സർക്കാർ അത് പിൻവലിച്ചിട്ട് കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ജോസഫ് മുള്ളമടയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ജോർജ് കാനാട്ട്, ജെറ്റോ ജോസഫ്, AC പൗലോസ്, ബേബി തോട്ടത്തിൽ, ജോസ് ഇളപ്പുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ജോസഫ് മുള്ളമട മറുപടി പ്രസംഗം നടത്തി.